ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. കൊട്ടിയൂര് ഉത്സവമൊക്കെ സമാപിച്ചു. ധാരാളം പേര്, അനേകം ഭക്തജനങ്ങൾ കൊട്ടിയൂരപ്പൻ്റെ അടുത്ത് ചെന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി. അവരൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് ആ കഥകളൊക്കെ പങ്കുവച്ചു. ആര് കൊട്ടിയൂർ പോകുമ്പോഴും അവിടെ നിന്ന് മറക്കാണ്ട് വാങ്ങണ ഒരു സാധനമുണ്ട്, ഓടപ്പൂവ്. കൊട്ടിയൂരപ്പൻ്റെ അടുത്ത് പോയി വന്നാൽ എല്ലാവരും ഓടപ്പൂവ് വാങ്ങും. ഞാനും വാങ്ങി ഒരുപാട് ഓടപ്പൂവ് എൻ്റെ അടുത്തുള്ള എല്ലാവർക്കും കൊടുത്തു. അതുപോലെ എല്ലാവരും പോകുമ്പോൾ തന്നെ പറയുക, ഓടപ്പൂവ് കൊണ്ടുവരണേ എന്ന് പറയാറുണ്ട്. അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ട് ഈ വർഷം കൊണ്ടുവന്ന ഓടപ്പൂവ് അടുത്ത വർഷം വരെ നമ്മുടെ പൂജാമുറിയിലോ ഗ്രഹത്തിലോ എവിടെയെങ്കിലും സൂക്ഷിക്കും നമ്മൾ. അത്രയും പ്രാധാന്യമായിട്ട്, അത്രയും മഹത്വമായിട്ട് ഈ ഓടപ്പൂവിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഓടപ്പൂവിൻ്റെ കഥ? എന്താണ് ഈ ഓടപ്പൂവ്? ഇതിൻ്റെ മഹത്വം എന്താണ്? ഇതെന്തിനാണ് വീട്ടിൽ നമ്മുടെ ഗൃഹങ്ങളിൽ ഇത് സൂക്ഷിക്കുന്നത്? അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. കൊട്ടിയൂര് ഉത്സവം തന്നെ ദക്ഷയാഗത്തിനോട് അനുബന്ധിച്ചിട്ടാണ് അതിൻ്റെ കഥകൾ പറയുന്നത്. ദക്ഷയാഗമാണ് അതിൻ്റെ കഥകൾ പറയണത്. ദക്ഷയാഗമാണ്. ദക്ഷൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ പത്നിയായിരുന്ന സതിയുടെ അച്ഛനാണ് ദക്ഷൻ. പ്രജാപതിയായിരുന്നു. അപ്പോൾ ദക്ഷ പ്രജാപതി. അപ്പോൾ ഒരിക്കൽ എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിലേക്ക് ദക്ഷൻ കയറി വന്നപ്പോൾ മഹാദേവൻ എണീറ്റ് ബഹുമാനിച്ചില്ല എന്നാണ് അദ്ദേഹം പറയണത്. കാരണം അവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് സ്ഥാനം നൽകിയിരുത്തിയതാണ്. അപ്പം ഇങ്ങനെയുള്ള സദസ്സുകളിലൊക്കെ അങ്ങനെ ഇരുന്നാൽ അവർക്കത് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ തൻ്റെ പുത്രിയുടെ ഭർത്താവല്ലേ, അപ്പോൾ അതുകൊണ്ട് എഴുന്നേൽക്കണ്ടേ എന്നുള്ളൊരു ഭാവത്തിൽ സ്വതവേ തന്നെ ഈ ദക്ഷന് മഹാദേവൻ വിവാഹം കഴിക്കണത്, സതിയെ വിവാഹം കഴിക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ മകളോടുള്ള സ്നേഹം കൊണ്ട് മകളുടെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുത്തതാണ്. അപ്പം ഇത് കാരണമായിട്ട് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നീരസം മുഴുവനും അവിടെ പൊട്ടിത്തെറിച്ചു, അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ധാരാളം വാക്കുകളെ കൊണ്ട് നിന്ദിച്ചു. ഭഗവാനെ ചുടലഭസ്മൊക്കെ പൂശി നടക്കുന്നവൻ, സർപ്പത്തെ ധരിക്കുന്നവനാണ്, അങ്ങനെ ധാരാളം പറഞ്ഞ് അപമാനിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴും ഭഗവാൻ നിർവൈരം ശാന്തവിഗ്രഹം, അങ്ങനെയാണ് മഹാദേവൻ ആരോടും ഒരു വൈര്യഭാവമില്ല. ശത്രു അതായത് തൻ്റെ ഭക്തനെ നശിക്കാൻ ഇടവരുന്ന ആ ശത്രുതാ മനോഭാവങ്ങളെ, കാമക്രോധാദികളെ, ഏതെങ്കിലും അഹങ്കാരം മുതലായവ ഏതെങ്കിലും ഭക്തനെ നശിപ്പിക്കണമെന്ന് കാണുമ്പോൾ അതിനെ മാത്രമേ ഭഗവാൻ ഇല്ലാണ്ടാക്കാറുള്ളൂ. സംഹാരരുദ്രൻ എന്ന് പറയണത് ഇതാണ്. ഒരു ഭക്തനെ അവൻ്റെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളൊക്കെ കളഞ്ഞ് അത്രയും അവനെ ഉയർത്തുന്ന ആളാണ്, മംഗളം നൽകുന്ന ആളാണ്, ശിവം സ്വരൂപനാണ്, മംഗളസ്വരൂപനാണ്. ആ ശിവനെയാണ് അശിവം എന്നൊക്കെ പറഞ്ഞ് ദക്ഷൻ നിന്ദിച്ചത്. ആ നിന്ദ കേട്ടുകൊണ്ട് കുറേ നേരം ഒന്നും ആ മഹാദേവന് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അവിടെ ഇരിക്കുന്ന പലർക്കും അത് വിഷമം തോന്നിയെന്ന് വിചാരിച്ചാലും, ആ സഭയിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് തോന്നിയാലും അവർക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അവരവിടെ തന്നെ ഇരിക്കേണ്ടി വന്നു. എന്നാൽ ചിലരൊക്കെ ഇതിങ്ങനെ കേട്ടിട്ട്, അതായത് രണ്ട് പേര് തമ്മിൽ തല്ലുകൊണ്ട കണ്ടാൽ അത് കേട്ട് ആസ്വദിക്കുക, അങ്ങനെ ഉണ്ടാവുമല്ലോ.
അങ്ങനെ ആസ്വദിച്ചിരുന്ന ചിലരുണ്ടായിരുന്നു. പൂഷാവ് ഉറക്കെ ചിരിച്ചു ഇദ്ദേഹം പറയണ കേട്ടപ്പോൾ. അതുപോലെ ഭൃഗു മഹർഷി തൻ്റെ ആ താടിയൊക്കെ തടവിക്കൊണ്ട്, താടി ഇങ്ങനെ നീണ്ട താടിയാണ്, അതിങ്ങനെ തടവിക്കൊണ്ട് അതിനെ ആസ്വദിച്ചു. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ശിവനെ നിന്ദിച്ചിട്ടൊന്നുമില്ല. അതിപ്പോൾ ഒരു സ്വഭാവമാണല്ലോ, രണ്ട് പേര് തമ്മിൽ അതിനൊന്ന് ആസ്വദിക്കുക, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ശിവനെ നിന്ദിച്ചപ്പോൾ സഹിക്കാൻ പറ്റാത്ത ആളായിരുന്നു നമ്മുടെ നന്ദികേശ്വരൻ. അപ്പോൾ അദ്ദേഹം കുറേ ശാപവാക്കുകൾ കൊടുത്തു. അങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങനെ ആകെ ആ ഒരു സദസ്സ് അലങ്കോലായി. അവിടെ വച്ചിട്ട് പ്രജാപതി പറഞ്ഞു, ഇനി ഉള്ള യജ്ഞങ്ങളിലും യാഗങ്ങളിലൊന്നും ഹവിസ് കൊടുക്കരുത്, അതിൻ്റെ ഭാഗം ശിവന് നൽകരുത് എന്ന് കർശനമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ആരും യജ്ഞങ്ങളും യാഗങ്ങളൊന്നും നടത്താണ്ടായി. കാരണം ശിവന് മഹാദേവന് കൊടുക്കാണ്ട് എങ്ങനെയാണ്? അപ്പോൾ അത് സാധിക്കില്ല. അപ്പോൾ അത് കാരണം അതേ വയ്യ, സൽക്കർമ്മങ്ങളൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ ദക്ഷൻ തന്നെ താൻ ഒരു യാഗം നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ദക്ഷൻ്റെ യാഗത്തിന് എല്ലാവരെയും ക്ഷണിച്ചു. തൻ്റെ പുത്രിയായ സതിയെയും അവളുടെ ഭർത്താവായിട്ടുള്ള മഹാദേവനെയും മാത്രം ക്ഷണിച്ചില്ല, ബാക്കി എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആഘോഷത്തോടു കൂടിയിട്ട് ഇതാ പോന്നു. അപ്പോൾ ആർക്കും അറിയില്ല, ശിവനെ മാത്രം ക്ഷണിച്ചില്ല എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ സതീദേവി ഉദ്യാനത്തിലെ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ധാരാളം വിമാനങ്ങൾ പോണു. അതിലൊക്കെ ഇതാ തൻ്റെ ബന്ധുക്കളും സഹോദരിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു, എല്ലാവരും എവിടെയാണ് പോണതെന്ന് ചോദിച്ചു. നിങ്ങളറിഞ്ഞില്ലേ, അച്ഛൻ മഹായാഗം നടത്തുകയാണല്ലോ, ഞങ്ങളൊക്കെ അതാ വന്ന അച്ഛൻ തന്നെ നേരിട്ട് വന്ന് ക്ഷണിച്ചു എന്ന് പറഞ്ഞു. എന്താ? അപ്പോൾ അച്ഛൻ മറന്നു പോയതായിരിക്കും, വേഗം വരൂ എന്ന് പറഞ്ഞത് ആ സഹോദരിമാരൊക്കെ സന്തോഷത്തോടുകൂടി ക്ഷണിച്ചു. അവർക്കും അറിയില്ല ശിവനെ ക്ഷണിക്കാതിരുന്നതിൻ്റെ കാരണം. അങ്ങനെ അവർ പോയതിൻ്റെ പിന്നാലെ സതീദേവി വേഗം മഹാദേവൻ്റെ അടുത്തേക്ക് വന്നു. സതീദേവി വരുമ്പോൾ ഭഗവാൻ കണ്ണടച്ച് ധ്യാനഭാവത്തിലിരിക്കുകയായിരുന്നു. കാരണം ഇവിടെ നടക്കുന്നതെല്ലാം അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധ്യാനഭാവത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അപ്പോൾ അങ്ങ് അറിഞ്ഞില്ലേ, അങ്ങയുടെ അമ്മായിയച്ഛൻ, അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞില്ല, അങ്ങയുടെ അമ്മായിയച്ഛൻ തന്നെയാണ് പറഞ്ഞത്. അതാ ഒരു യാഗം നടത്തേണ്ട അത്ര, പുത്രൻ്റെ ആ ഒരു പുത്രൻ്റെ ഭാവത്തിൽ നിന്ന് ആ പുത്രൻ്റെ ഇതോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ആളല്ലേ അങ്ങ്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് പറയാൻ അച്ഛൻ വിട്ടുപോയതായിരിക്കും. കാരണം എത്രയോ പേരെ ക്ഷണിക്കാനുണ്ട്. പിന്നെ അല്ലെങ്കിൽ അച്ഛൻ തിരക്കിൽ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളെ ഒന്നും ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ, സ്വന്തം വീട്ടിലേക്ക് ഒന്നും പോകാൻ ക്ഷണിക്കേണ്ട കാര്യമില്ല, അറിഞ്ഞാൽ മതി സ്വന്തം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷമുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ എന്തെങ്കിലും വിശേഷങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഓടിയെത്തുമല്ലേ, നമ്മളെ ക്ഷണിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അച്ഛൻ അത്രയും പ്രിയപ്പെട്ടവളാണ് സതിക്ക്. അതുകൊണ്ട് നമുക്ക് പോവാം, വേഗം ഒരുങ്ങൂ, അങ്ങാണ് ആദ്യവസാനമായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത് അച്ഛന് അപ്രിയ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം പോവാം. അവിടുത്തെ ഓരോ കാര്യങ്ങളും ആദ്യമേ ചെന്ന് 2 ദിവസം മുമ്പേ ചെന്ന് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു, അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വേഗം ഇനിയെങ്കിലും സമയം വൈകിക്കാണ്ട് പോവാം എന്ന് പറയാണ്. അത് പറയുന്ന സമയത്ത് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, പ്രിയേ, ഇപ്പോൾ ശോഭനേ എന്നാണ് വിളിക്കണേ. അതായത് ശുഭം ആയിട്ട് പറയുന്ന, ശുഭമായ കാര്യങ്ങൾ പറയുന്നവൾ ശോഭനേ എന്നാണ് വിളിക്കണേ ഭഗവാൻ. ഈ ഒരു കാര്യത്തിൽ നമുക്ക് പോവാതിരിക്കുകയാവും നല്ലത്. അച്ഛനോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം, പക്ഷേ ഇപ്പം നമ്മളങ്ങോട്ട് ചെല്ലാതിരിക്കുകയാണ് നല്ലത്. അതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അപ്പോൾ സതീദേവി എന്താ കരുതിയത്, ക്ഷണിക്കാത്തതിൻ്റെ പരിഭവമായിരിക്കും മഹാദേവനെന്ന്. അപ്പോൾ അത്രയും പ്രിയമാണ് 2 പേർക്കും പരസ്പരം. അപ്പോൾ അതുകൊണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പരിഭവിക്കൊന്നും വേണ്ട, അച്ഛനല്ലേ, എൻ്റെ അച്ഛനല്ലേ, അങ്ങ് വരില്ലേ എന്നൊക്കെ ചോദിച്ചതാ. പ്രിയത്തോടു കൂടി വിളിച്ചു നോക്കി. അപ്പോഴും മഹാദേവൻ പറഞ്ഞില്ല, അത്
പോവാതിരിക്കുകയാണ് നല്ലത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ഇതിനു മുമ്പുണ്ടായ കാര്യങ്ങളൊന്നും ഈ സതിയുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും അങ്ങനെ പറഞ്ഞില്ല. കാരണം സതിയുടെ മനസ്സ് വിഷമിക്കണതും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പോൾ തൻ്റെ പത്നിയുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിലൊന്നും മഹാദേവൻ പെരുമാറില്ല. അതുകൊണ്ട് അത് പറഞ്ഞില്ല. എന്നാൽ ദക്ഷനാവട്ടെ എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് ദക്ഷൻ്റെ പത്നിയോട് പറഞ്ഞിട്ടുമുണ്ട്. ഇനി എങ്ങാനും അവിടേക്ക് പോവുക, സതിയെ കാണണമെന്ന് പറയുക, കൈലാസത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ ക്ഷണിക്കുകയൊക്കെ ചെയ്താൽ വിവരറിയും എന്നൊക്കെ പറഞ്ഞെല്ലാം അവിടെ ചെന്ന് ദക്ഷൻ തൻ്റെ പത്നിയെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരവസരത്തിൽ വീണ്ടും വീണ്ടും എത്ര പറഞ്ഞിട്ടും തൻ്റെ ഭർത്താവ് വഴങ്ങണില്ല എന്ന് കണ്ടപ്പോൾ ആ സതിക്ക് നിരാശ. അതിലെ ഓരോന്നും അങ്ങനെയാണല്ലോ, ആഗ്രഹം, അച്ഛൻ്റെ യാഗത്തിന് പോകണമെന്നുള്ളൊരാഗ്രഹം. ആഗ്രഹത്തിൽ നിന്നാണ് ആ നിരാശയിൽ നിന്നാണ് കോപം. അങ്ങനെ പടിപടിയായിട്ട് ഓരോന്നും മഹാദേവൻ്റെ നേർക്ക്, എൻ്റെ അച്ഛനല്ലേ, അതുകൊണ്ടല്ലേ, അങ്ങേക്ക് അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ബന്ധങ്ങളുടെ ഒരു വില അങ്ങേക്ക് അറിയോ? അങ്ങേക്ക് ആരും ബന്ധുവായിട്ടില്ല, എന്നാൽ അങ്ങേക്ക് എല്ലാവരും ബന്ധുവല്ലേ. അതുകൊണ്ട് ഞാൻ എന്തു വന്നാലും ഞാൻ പോകും, എങ്ങനെയായാലും എന്തു വന്നാലും ഞാൻ പോകും എന്നെല്ലാം പറഞ്ഞ് ഹരേ കൃഷ്ണ. എന്നെല്ലാം പറഞ്ഞ് കുറേ പറഞ്ഞിട്ടും ആ മഹാദേവൻ്റെ ഭാവത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല. മഹാദേവൻ്റെ ഭാവത്തിന് മാറ്റമില്ലാണ്ടായപ്പോൾ കോപം കൂടി വന്നു. അപ്പോൾ എന്തു പറഞ്ഞു, ഞാൻ പോകും, ഞാൻ എന്തായാലും പോകും. അപ്പോഴും മഹാദേവൻ പറഞ്ഞില്ല പോകണ്ടാട്ടോ എന്ന്. മഹാദേവൻ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും പോവും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മഹാദേവൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. ദേവി അകത്ത് പോയി അതിമനോഹരമായിട്ടുള്ള ആ നീണ്ട ഇടതൂർന്ന മുടിയൊക്കെ നല്ല മനോഹരമായിട്ട് കെട്ടിവെച്ച് അതിൽ നിറയെ പൂമാലകളൊക്കെ ചൂടി അതിമനോഹരമായിട്ട് മുടി അലങ്കരിച്ച് അതിമനോഹരമായി തൻ്റെ ആ സുന്ദരമായ കണ്ണുകൾ എഴുതി ആ സിന്ദൂരം കുറി, വലിയ സിന്ദൂരക്കുറിയൊക്കെ തൊട്ട് ധാരാളം ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ട് മനോഹരിയായിട്ട് ഒരുങ്ങി വന്നപ്പോൾ മഹാദേവൻ പറഞ്ഞു, ബലേബേഷ്, അതിസുന്ദരിയായിട്ടിരിക്കണു, എൻ്റെ സൗന്ദര്യം അത്രയും സൗന്ദര്യമാണ് എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യത്തിനെ ആസ്വദിച്ചു കൊണ്ടിരുന്നു എന്നല്ലാണ്ട് പോണ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങ് വരൂ, അങ്ങും കൂടി വന്നാലാണ് എൻ്റെ സൗന്ദര്യം പൂർണ്ണമാവുള്ളൂ. അങ്ങില്ലാണ്ട് എനിക്ക് എന്ത് സൗന്ദര്യമാണ്? ഭർത്താവില്ലാണ്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലും സൗന്ദര്യമുണ്ടോ? ഭർത്താവ് കൂടെ ഉള്ളപ്പോഴാണ് ഭാര്യയുടെ സൗന്ദര്യം. അങ്ങ് വരുമെന്ന് പറഞ്ഞ് അനവധി തവണ പറഞ്ഞിട്ടും അതൊന്നും അദ്ദേഹത്തിന് അതൊന്നും സമ്മതിച്ചില്ല. അവസാനം സതീദേവി തോറ്റുപോയി. സതീദേവി പറഞ്ഞു, ഞാൻ എന്തായാലും പോകും, ഞാൻ പോവുകയാണ്. ശരി, പോവും, വാതിൽ വരെ ചെല്ലും. അല്ല, ഞാനൊരു തവണയും കൂടി ചോദിക്കുക, അങ്ങൻ്റെ കൂടെ വരുമോ? അപ്പോഴും മഹാദേവൻ ചിരിക്കും. ഈ ചിരി അങ്ങോട്ട് കാണുമ്പോൾ സതീദേവിക്ക് കോപം അങ്ങോട്ട് വർദ്ധിച്ച് വരിക, വല്ലാത്ത കോപം. അപ്പോൾ സതീദേവി വീണ്ടും പറയും, ആ ചാടി അങ്ങോട്ട് നടന്ന് അവിടെ വരെ എത്തിക്കഴിഞ്ഞ് വീണ്ടും നോക്കും മഹാദേവൻ്റെ ഭാവം. ഒന്നും കൂടി ഞാൻ വിളിച്ചാൽ വന്നാലോ? അല്ലെ, നമുക്കില്ലേ അങ്ങനെ ചില കാര്യങ്ങൾ, ഒരു തവണയും കൂടി പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളും വിളിക്കാറില്ലേ. അപ്പോൾ അങ്ങനെ ഒരു തവണയും കൂടി പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ട് സതീദേവി വീണ്ടും വരും. വീണ്ടും വന്നിട്ട് വീണ്ടും ചോദിക്കും, വരുമോ, അങ്ങ് വരുമോ? അവസാനം വരില്ല എന്ന് ഉറപ്പായപ്പോൾ സതീദേവി പറയും, ഇനി ഞാൻ തിരിച്ചു വരുന്നില്ല. ആ വാക്ക് നോക്കൂ, മഹാദേവനും അതറിയാം, ഇനി തിരിച്ചു വരവില്ല. സതിയുടെ ആ ജീവൻ ആ ശരീരത്തിലിരിക്കേണ്ട പ്രാരാബ്ധം തീർന്നു. അതുകൊണ്ട് എന്തായാലും ആ ശരീരം വിട്ടു പോകേണ്ട സമയമായി ആ ജീവന്. അത് ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോവാതെ കണ്ട് ഇവിടെ പിടിച്ചു നിർത്തിയാൽ അച്ഛനെ ചിന്തിച്ച് വീണ്ടും ജന്മജന്മാന്തരങ്ങൾ ഉണ്ടാക്കി തീർക്കും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞയച്ചാൽ എന്താണ്ടാവുക? മഹാദേവനെ ചിന്തിച്ച് മഹാദേവനോട് കൂടി ചേരും.
അത് മഹാദേവന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മഹാദേവൻ ഒന്നും മിണ്ടാതിരുന്നത്. ദേവി ഇതാ കോപത്തോടു കൂടിയിട്ട് അങ്ങോട്ട് നടന്നു തുടങ്ങി. നടന്നപ്പോൾ അത് അതിമനോഹരമായി കെട്ടിവെച്ച മുടിയൊക്കെ ആ കോപം കൊണ്ട് നടക്കുമ്പോൾ ആ ശക്തിയിൽ അഴിഞ്ഞുലഞ്ഞ് ആ പുറത്ത് വെള്ളച്ചാട്ടം പോലെ, ആ ഗംഗാപ്രവാഹം പോലെ ആ പുറകിലങ്ങോട്ട് വന്ന് പരന്ന് കിടന്നു ആ മുടി. അതും ദേവിക്ക് അലങ്കാരം തന്നെ. ആ ചൂടിയിരുന്ന പൂമാലകളും ഒക്കെ വഴിയിലിങ്ങനെ വീണ് കിടക്കുകയാണ്. അങ്ങനെ ആ ദേവി പോകുമ്പോൾ നന്ദികേശ്വരൻ മഹാദേവനെ ഒന്ന് നോക്കി. മഹാദേവൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു കൂടെ ചെല്ലുമെന്ന്. അപ്പോൾ ഭൂതഗണങ്ങളും നന്ദികേശ്വരനൊക്കെ കൂടിയിട്ട് കൂടെ ചെന്നു. അങ്ങനെ ദക്ഷൻ്റെ നോട്ടം എവിടേക്കാണ്? ദക്ഷൻ ആ സമയത്ത് ആരൊക്കെയാ വരണേ നോക്കിയിരിക്കുകയാണ്. ദക്ഷൻ ഉറപ്പുണ്ട് ശിവനും സതീദേവിയും വരുമെന്ന്. കാരണം എന്താ? സതീദേവിയും ശിവനും തമ്മിലുള്ള സ്നേഹം, സതിയോടെ എത്ര സ്നേഹമാണ് ശിവന് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതൊന്നും അദ്ദേഹത്തിന് അറിയാമല്ലേ? തൻ്റെ മകളെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അതുപോലെ സതിക്കും അതുപോലെ തന്നെയാണ്. സതി പറഞ്ഞാൽ മഹാദേവൻ അനുസരിക്കും. മഹാദേവൻ എന്നോട് പറഞ്ഞ് അനുസരിപ്പിക്കാനുള്ള ആ ഒരു ഭാവം സതിക്കുമുണ്ട്. ഇക്കാര്യം നന്നായിട്ട് മഹാദേവൻ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ദക്ഷൻ അറിയാം. അതുകൊണ്ട് തന്നെ ദക്ഷൻ മഹാദേവൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് വരവ് പ്രതീക്ഷിച്ചിരിക്കണേ? ആദ്യം പറഞ്ഞതിൽ നിന്ന് വീണ്ടും സ്പർദ്ധ ഉണ്ടായിട്ട് ഇവിടെ വന്നാൽ അധിക്ഷേപിക്കണം, ശിവനിന്ദ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ശിവനെ പ്രതീക്ഷിക്കണേ. എന്തായാലും വരും. അപ്പോൾ വീണ്ടും അധിക്ഷേപിക്കണം, എല്ലാവരുടെ മുമ്പിലും വെച്ച് തിരിച്ച് പറഞ്ഞയക്കണം. സ്വന്തം മകളോട് പോലും ശത്രുഭാവമായി തീർന്നു ദക്ഷന്. അതാണല്ലോ ആ കോപത്തിൻ്റെ അഹത്തിൽ നിന്നാണ് കോപം ഉണ്ടാവണത്. ആ കോപത്തിൻ്റെ ഒരു ലക്ഷണം തന്നെ അതാണ്. തനിക്ക് പ്രിയപ്പെട്ടവർ പോലും അതിന് ഇരയായി തീരും. അപ്പോൾ മഹാദേവനോടുള്ള ആ ദേഷ്യം സതിയോട് പോലും തോന്നി ദക്ഷന്. അങ്ങനെ ദക്ഷൻ വരുന്നവരെ ശരിക്കും മഹാദേവൻ്റെയും സതിയുടെയും വരവ് കാത്ത് തന്നെയാണ് നിന്നിരുന്നത്. അങ്ങനെ കാത്തു നിന്ന് അകലയിൽ നിന്ന് വരണ കണ്ടു. ആ ഭൂതഗണങ്ങളുടെയൊക്കെ ശബ്ദങ്ങളും ഒക്കെ കണ്ടു. നന്ദികേശ്വരനെയൊക്കെ കണ്ടപ്പോൾ ആ ശിവൻ്റെയും സതിയുടെയും വരവുണ്ട് എന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹം കാത്തു നിന്നു. വന്നപ്പോൾ സതി മാത്രമേ ഉള്ളൂ. പാർവതി എന്നാണ് എപ്പോഴും നാമം വരണത്. സതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സതിയുടെ മുന്നിൽ സതിയെ ശ്രദ്ധിക്കാതെ കണ്ട് മറ്റുള്ള കാര്യങ്ങൾ തിരക്ക് നടിച്ച് മനഃപൂർവ്വം സതിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അദ്ദേഹം പെരുമാറി. മകൾ വരണുണ്ടപ്പോൾ അമ്മയ്ക്ക് ഓടി വന്ന് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ദക്ഷനൊരു നോട്ടം നോക്കി, അമ്മയുടെ അടുത്തേക്ക് ആ സ്വന്തം പത്നിയെ ഒരു നോട്ടം നോക്കി. അതിനെ മറികടക്കാനായിട്ട് അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അമ്മയും സങ്കടത്തോടു കൂടിയിട്ട് നോക്കി നിന്നു. ഇവിടെ എത്തിയ എന്താണ് പാർവതിയെ ക്ഷണിക്കാതിരുന്നത് എന്ന് അമ്മയോട് ചോദിച്ചോ. അപ്പോൾ ആ വിവരങ്ങളൊക്കെ അമ്മ പറഞ്ഞ് സഹോദരിമാരും അറിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയങ്കരിയാണ് സതി. കാരണം അത്രയും ആ സതിയുടെ സ്വഭാവ ഗുണങ്ങൾ, ആ സ്നേഹവും വൈശിഷ്ട്യവും ഒക്കെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണിലുണ്ണി എന്ന് പറയുന്നത് എല്ലാവർക്കും സ്നേഹമാണ് സതിയോട്. അങ്ങനെ ആ സതി വന്നിട്ടും ആരും ഒന്നും മിണ്ടാണ്ട് നിന്നു. അപ്പോൾ അവൾ വേഗം അദ്ദേഹം വരാത്തതിൻ്റെ പരിഭവമാണ് അച്ഛന്. അപ്പോൾ ഞാൻ ഇത്ര വിളിച്ചിട്ടും വന്നില്ലല്ലോ, അച്ഛൻ ആ പരിഭവമാണെന്നാണ് കരുതിയത്. വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് നമസ്കരിക്കാൻ പോയി. അച്ഛനെ നമസ്കരിച്ചു കൊണ്ട് എന്ന് വിളിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പോയപ്പോൾ വേഗം മാറി നിന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ശിവനെ അധിക്ഷേപിച്ച് പലതും പറയാൻ തുടങ്ങി. അപ്പോഴാണ് ആ സതീദേവിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമായത്. ശിവനെ അത്രയും നിന്ദിച്ചപ്പോൾ ഏത് ഒരു നാമമാണോ എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും നൽകുന്നത് ആ ശിവനെ അശിവം എന്ന് വിളിക്കണു. ഏതൊരു നാമം കൊണ്ടാണോ ഓരോ ജീവനും മുക്തി നേടണത്
ആ ആ ഒരു ഭഗവാനെ ഇങ്ങനെ നിന്ദിക്കണു. അപ്പോൾ ശിവ ഇങ്ങനെ ആരാണോ ഈശ്വര നിന്ദ ചെയ്യുന്നത് അവരുടെ നാവ് പിഴുതെറിയണം. നേരത്തെ പറഞ്ഞല്ലോ, നാവ് പിഴുതെറിയണം, അല്ലെങ്കിൽ കഴുത്ത് വെട്ടിക്കളയണം. അങ്ങനെയൊക്കെയാണ് വിധി. അല്ലെങ്കിൽ അതിനൊന്നും സാധിക്കില്ലെങ്കിൽ ചെവി പൊത്തിക്കൊണ്ട് അവിടെ നിന്ന് ഓടണം. അങ്ങനെയൊക്കെയാണ് വിധി. ഇതൊന്നും അച്ഛനായതുകൊണ്ട് ഇതൊന്നും പറ്റില്ല. നാവരിയാനോ കഴുത്തറുക്കാനോ ആ പുത്രിക്ക് സാധിക്കില്ല. പിന്നെ പോവാം ഇടണ്ട്. എവിടെയാണ്? മഹാദേവൻ്റെ അടുത്തേക്ക്. അപ്പോൾ പറഞ്ഞു, ഞാനിനി തിരിച്ചൊരു പോക്കില്ല. തിരിച്ചു ചെന്നാൽ അദ്ദേഹം എന്നെ സ്വീകരിക്കാതിരിക്കില്ല, സന്തോഷത്തോടു കൂടി സ്വീകരിക്കും, എന്നെ സമാധാനിപ്പിക്കും. പോകണ്ടെന്ന് പറഞ്ഞതല്ലേ, എന്തിനാ പോയത്, സാരല്ല പോട്ടെ, അച്ഛനല്ലേ പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഈ അച്ഛൻ്റെ ആ സ്വഭാവ ഗുണം മകൾക്ക് ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരവസരത്തിൽ ആ ഒരു സ്വഭാവം ഒന്ന് പൊന്തിയാൽ അദ്ദേഹം എന്നെ ദാക്ഷായണീന്ന് വിളിക്കും. വേറെ ഒന്നുമില്ല, ദാക്ഷായണീന്ന് വിളിക്കും. നീ ആ ദക്ഷൻ്റെ പുത്രനല്ലേ എന്നുള്ള ഭാവത്തിൽ. അതെനിക്ക് സഹിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനി തിരിച്ചു പോകണില്ല, ഞാൻ എൻ്റെ ദേഹത്യാഗം ചെയ്യണു എന്ന് പറഞ്ഞ് സ്വയം അവർ ആ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് യാഗാഗ്നി സ്വയം ജ്വലിപ്പിച്ചിട്ട് ശരീരം അവിടെ അവിടെ ആ യാഗശാലയിൽ അഗ്നിക്ക് ഇരയായി സതീദേവി മരിച്ചു. ഈ സന്ദർഭത്തിൽ കൂടെ വന്ന ഭൂതഗണങ്ങളും അതുപോലെ ആ നന്ദികേശ്വരനൊക്കെ കോപത്തോടു കൂടിയിട്ട് ആ യാഗത്തിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് ആ യാഗത്തിലേക്ക് മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് അതിനൊക്കെ അശുദ്ധമാക്കി. അതുമാത്രമല്ല, അവിടെ ഉള്ള എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് അപ്പോഴേക്കും കുറച്ച് പേര് ചെന്ന് ശിവനോട് വിവരം പറഞ്ഞു. ശിവനിതാ ആ കോപത്തോടു കൂടിയിട്ട് തൻ്റെ ജട പറിച്ചിട്ട് നിലത്തടിച്ചപ്പോൾ അവിടുന്ന് വീരഭദ്രസ്വാമി ഉണ്ടായി. ആ വീരഭദ്രസ്വാമി ഇതാ അവിടുന്ന് വന്ന് ദക്ഷൻ്റെ തലയൊക്കെ അറുത്ത് ആ യാഗത്തിൽ എന്നെ ഹോമിച്ചു. പിന്നെ ചിരിച്ച ഭൃഗുവിൻ്റെ താടിയൊക്കെ പറിച്ചെടുത്ത് ആ യാഗാഗ്നിയിൽ ഇട്ടു. അതുപോലെ ആ ചിരിച്ച പൂഷാവിനെ ഒന്ന് കൊടുത്തു. അങ്ങനെ ഓരോ വിധത്തിൽ കണ്ണുകൊണ്ട് പരിഹസിച്ചവരുടെ കണ്ണ് പോയി, ചിരിച്ച വായ കൊണ്ടാണെങ്കിൽ ആ പല്ല് പോയി. അങ്ങനെ ഓരോ വിധത്തിൽ അതിനെ ഈശ്വരനിന്ദയെ നോക്കിക്കൊണ്ടിരുന്നു. ഒന്നും പറയാണ്ട് അതിനെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെയൊക്കെ കണ്ണ് പോയി. അതുപോലെ അത് കേട്ട് ചിരിച്ചവരുടെയൊക്കെ പല്ല് തല്ലിക്കൊഴിച്ചു, ഭൃഗുവിൻ്റെ താടി വലിച്ചെറിഞ്ഞു. ഇങ്ങനെയൊക്കെ ഈശ്വരനിന്ദ ചെയ്തവരെയൊക്കെ അവർക്കൊക്കെ ശിക്ഷ നൽകിക്കൊണ്ട് വീരഭദ്രസ്വാമിത അവിടെ ആ യാഗശാല, ആ യജ്ഞശാല ആകെ അലങ്കോലമാക്കി തീർത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവന്മാർക്കൊക്കെ ഭയമായി. അവരിതാ ആ മഹാദേവനെ സമാധാനിപ്പിക്കാൻ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ശങ്കരായ 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 മംഗളം ശങ്കരായ 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 മംഗളം. അങ്ങനെ ഒരുപാട് ശിവനാമങ്ങൾ സ്തുതികളൊക്കെ പാടിക്കൊണ്ട് എല്ലാവരും കൈലാസത്തിലേക്ക് ഭയമുണ്ട് അവരുടെ ഉള്ളിൽ. ആ കോപത്തിനെ ശമിപ്പിക്കാൻ സാധിക്കില്ല എന്നവർക്കൊക്കെ തോന്നിയ ഭയപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും ആ കൈലാസത്തിലെത്തുമ്പോൾ അവിടെ ഭഗവാൻ എന്താണ്? ഭഗവാൻ ദക്ഷിണാമൂർത്തിയുടെ ഭാഗവത്തിൽ ഇരിക്കണു. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ദക്ഷിണാമൂർത്തിയുടെ ഭാവത്തിൽ ഇരിക്കുകയാണ്. വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മൗനമായിട്ടിരിക്കണു. ചുറ്റും ഇരിക്കുന്ന ശിഷ്യന്മാരും അതവിടെ മൗനമായിട്ടിരിക്കുകയാണ് ചുറ്റും. അങ്ങനെ ഇരിക്കുന്ന ശിഷ്യന്മാർക്ക് മൗനത്തിലൂടെ ഉപദേശിക്കണു. ശിഷ്യന്മാർ മൗനത്തിലൂടെ അതിനെ അനുഭവിക്കണു. അങ്ങനെ ദക്ഷിണാമൂർത്തിയിലെ ഗുരവേ സർവഭൂതാനം ഭിഷജേ ഭവരോഗിണം. ഭവരോഗങ്ങൾക്കൊക്കെ ആരെയാണ്? വൈദ്യനാഥൻ. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞില്ലേ വൈദ്യനാഥനെ കണ്ട കഥ.
കൊട്ടിയൂർ പോയപ്പോൾ ആ വൈദ്യനാഥൻ അപ്പോൾ ഗുരവേ സർവബോധാനം വിഷജേ ഭവരോഗിണം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമ. അങ്ങനെയുള്ള ആ ദക്ഷിണാമൂർത്തിയായിട്ട് ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. ശാന്തനായിട്ട് നിർവൈരം ശാന്തവിഗ്രഹം. അങ്ങനെ കണ്ടപ്പോൾ എല്ലാവർക്കും സമാധാനമായി. വീണ്ടും നമസ്കരിച്ചു. അതാ അവിടെ യാഗം പകുതിയായിട്ട് അവിടെ പൂർത്തിയാവാണ്ടിരിക്കണു. ആകെ അലങ്കോലായി. അങ്ങ് വരണം എന്നെല്ലാം പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ തിരിച്ചു പോയി. അതിനിടയ്ക്ക് അവിടെ ചെന്ന് ആ സതീദേവിയുടെ ആ മൃതശരീരം, കത്തിക്കരിഞ്ഞ മൃതശരീരം എടുത്തിട്ട് ഭഗവാൻ താണ്ഡവമാടി എന്ന് പറയുന്നു. വലിയ അത്യത്ഭുതമായിട്ടുള്ള അതിരൗദ്രമായിട്ടുള്ള താണ്ഡവമാടി. അപ്പോൾ ആ ശരീരത്തിനെ വിഷ്ണു ഭഗവാൻ തൻ്റെ ചക്രം ഉപയോഗിച്ച് ശരീരം മുഴുവനും കഷ്ണങ്ങളാക്കിയത്രേ ഭഗവാന് ശാന്തനാക്കാൻ. അത് ആ ഓരോ ഭാഗങ്ങളും ചെന്ന് വീണിടൊക്കെ ഓരോ ദേവിയുടെ സാന്നിധ്യത്തിലുള്ള ഓരോ ക്ഷേത്രങ്ങളായിട്ട് ദേവി അവിടെ ഉയർന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ ദക്ഷന് മാപ്പ് കൊടുത്തുകൊണ്ട് ദക്ഷന് ആടിൻ്റെ തല വച്ചു കൊടുത്തു. അത്ര ആടിൻ്റെ തല വച്ചു കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഈ ആടാണ് ഭേ 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 എന്നും പറഞ്ഞ് എപ്പോഴും. അപ്പം ആ ആടിൻ്റെ തല വച്ച് കൊടുത്തു. അങ്ങനെ അവിടെ ഓരോരുത്തർക്കും താടി പോയ ആ ഭൃഗുമഹർഷിക്ക് ആടിൻ്റെ തന്നെയാണ് താടി വെച്ച് കൊടുത്തതെന്നൊക്കെ അതാ പറയണു. അങ്ങനെ ആ ദക്ഷയാഗത്തിൻ്റെ കഥ അതാണ്. അതിൻ്റെ സങ്കല്പമായിട്ടാണ് അത് ആ കൊട്ടിയൂർ 28 ദിവസങ്ങളെ കൊണ്ട് കൊട്ടിയൂർ ഉത്സവം അതിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ ഓടപ്പൂവിൻ്റെ കാര്യമാണ്. ഈ ഓടപ്പൂവ് അപ്പോൾ ഇതിന് 2 സങ്കല്പം പറയുന്നുണ്ട്. ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഭൃഗുമഹർഷിയുടെ താടി വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതാണത്രേ. അന്ന് ചുട്ടരിച്ച താടിയുടെ പ്രതീകമാണ് ഇതെന്ന് പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റി താടിയുടെ പ്രതീകമാണെന്ന് കേട്ടപ്പോൾ ഒരുപാട് ഞാൻ ചിന്തിച്ചു. എന്തിനാണ് ഈശ്വരന്ത ചെയ്ത ഒരു താടിയുടെ പ്രതീകം നമ്മുടെയൊക്കെ ഗൃഹത്തിൽ കൊണ്ടുവയ്ക്കേണ്ട കാര്യം എന്താ? ഈശ്വരനിന്ദ ചെയ്തതിൻ്റെ പ്രതീകമല്ലേ? ഇതൊക്കെ എന്തിനാണ് നമ്മളുടെ ഗൃഹത്തിൽ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ചിന്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ കെട്ടിത്തൂക്കണം എന്ന് എല്ലാവരും ചോദിക്കും. ഇതൊക്കെ പലരും ഇതിനെപ്പറ്റി ചോദിച്ച ചോദ്യം കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇതെവിടെ കെട്ടിത്തൂക്കണം എന്ന് ചോദിക്കും. ഇത് എപ്പോഴും കാണാവുന്നിടത്ത്, നമ്മളെപ്പോഴും കാണുന്നിടത്താണ് ഇത് കെട്ടിത്തൂക്കേണ്ടത്. ഏത് സങ്കല്പത്തിലാണെങ്കിൽ ഭൃഗു മഹർഷിയുടെ താടിയാണ് എന്നുള്ള സങ്കല്പത്തിലാണെങ്കിൽ ഇത് എല്ലാവരും കാണുന്ന സ്ഥലത്ത് കെട്ടിത്തൂക്കണം. എല്ലാവരും കാണുന്ന സ്ഥലത്ത് കെട്ടിത്തൂക്കണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? നിന്ദയ്ക്ക് പോലും രീതിയിൽ ഈശ്വരനിന്ദ ചെയ്യുന്നവർ ആരെങ്കിലും ഈശ്വരനിന്ദ ചെയ്യുന്നുണ്ടാവും. അത് കണ്ട് രസിച്ചാൽ അതിൻ്റെ ശിക്ഷ. ഒരിക്കലും ഈശ്വരനിന്ദ കണ്ട് രസിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി പറയുകയുണ്ടായി, അവർ സത്സംഗത്തിനൊക്കെ പോവും, ഈശ്വര കഥകളൊക്കെ പറയും. അതിനൊരുപാട് ഇഷ്ടമാണ് അങ്ങനെ പറയാൻ. പക്ഷേ അതൊക്കെ കേട്ടിട്ട് ഒരുപാട് പേര് ആ കുട്ടിയെ പരിഹസിക്കണവരുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സാരമില്ല, അത് ആ ജീവൻ്റെ ഒരു വിധിയാണ്, അത് ഭഗവാനെയാണ് തീരുമാനിക്കേണ്ടത്. പരിഹസിക്കാനായാലും വന്ന് കേൾക്കണ്ടല്ലോ, അത് ഭാഗ്യമല്ലേ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ഭക്തനെയോ ഭഗവാനെയോ നിന്ദിക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കുക, അതിനുള്ള ശിക്ഷ ഇതുപോലെയാണ്. ഇങ്ങനെ ഏതൊരു കണ്ണുകൊണ്ടാവട്ടെ ചെവി കൊണ്ടാവട്ടെ അതൊക്കെ കേട്ട് ആസ്വദിച്ചാൽ അതെല്ലാം നമുക്ക് ദോഷമായിട്ട് തീരും എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് ഇത്. അപ്പോൾ കെട്ടിത്തൂക്കേണ്ടത് എവിടെയാണ്? എപ്പോഴും നമ്മൾ കാണണോടത്ത്. പക്ഷേ ഈ ഓടപ്പൂവിന് മറ്റൊരു സങ്കല്പം കൂടി ഉണ്ട് കേട്ടോ. അതാണ് പരമമായ സത്യം എന്ന് തോന്നണം. ഇത് വീരഭദ്രസ്വാമിയുടെ ആ ഒരു ഉത്ഭവം പറഞ്ഞല്ലോ. തൻ്റെ ജട പറിച്ചിട്ട് നിലത്തടിച്ചപ്പോഴാണ് വീരഭദ്രസ്വാമി
ഉണ്ടായതെന്ന്. ആ ജട വലിച്ചെറിഞ്ഞ സ്ഥലമാണത്രേ ഈ കൊട്ടിയൂര്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവിടെയാണ് ഇതാ ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഇത് ഭഗവാന്റെ തിരുജടയായിട്ടാണ് സങ്കല്പം. അങ്ങനെയാകുമ്പോൾ നമ്മൾ പൂജാമുറിയിൽ വെച്ച് പരിശുദ്ധമായിട്ട് തന്നെയാണ് ഇതിനെ പൂജിക്കേണ്ടത്. കാരണം ഇത് മഹാദേവൻ്റെ സാന്നിധ്യമാണ്, ഈ ഒരു നിത്യ സാന്നിധ്യമാണ്. അപ്പോൾ അത് നമ്മൾ അത്രയും വൃത്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ പരിപാലിക്കേണ്ടത് തന്നെയാണ്. അപ്പം 2 നിലയിലും ഇതിനെ ഉപയോഗിക്കാം. എവിടെ ഗൃഹത്തിൻ്റെ ഏത് ഭാഗത്ത് ഇത് വച്ചാലും ആ ഗൃഹത്തിന് 2 നിലയ്ക്ക് രണ്ടും നമുക്ക് ഒരുപോലെ സ്വീകരിക്കാം. ഈ 2 ഭാവങ്ങളും, അതായത് ഭൃഗുമഹർഷിയുടെ താടി എന്നുള്ള ഭാവവും മഹാദേവൻ്റെ ജട എന്നുള്ള ഭാവവും രണ്ടും നമുക്ക് ഒരുപോലെ സ്വീകരിക്കാം. കാരണം നമ്മുടെ ഉള്ളിലുള്ള അഹംഭാവത്തെ, നമ്മുടെ ഉള്ളിലുള്ള ആ ഓരോ അജ്ഞാനത്തെ കളയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത്. മഹാദേവൻ മംഗളം തരുന്നവനാണ്. അതും നമ്മുടെ മനോമാലിന്യങ്ങളെ നീക്കാൻ വേണ്ടിയിട്ടാണ് മഹാദേവൻ്റെ സാന്നിധ്യം. അപ്പം അത് എല്ലാവർക്കും അങ്ങനെ തന്നെ അനുഭവമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം.